നട്ടലിനുള്ള ഓപ്പറേഷനുകൾ പണ്ട് കാലം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പണ്ട് മുതൽ നമ്മൾ ചെയ്യുന്ന സർജറി ഓപ്പൺ സർജറികളാണ്. ഓപ്പൺ സർജറികൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വലിയ മുറിവുണ്ടാക്കി മസിലിനെയൊക്കെ ഡിസെക്റ്റ് ചെയ്ത് എല്ലുകൾ കൂടുതൽ പൊട്ടിച്ചുകൊണ്ട് ആ ഡിസ്കോ ബാക്കിയുള്ള പ്രശ്നങ്ങളോ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം വന്നതാണ് മിനിമൽ ഇൻവേസീവ് സർജറീസ്. അതായത് ഒരു 2-2.5 സെൻറ്റിമീറ്റർ മുറിവിലൂടെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളും സ്പൈൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കുക. ഇതിൽ നൂതനമായിട്ടുള്ളതാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറീസ്. എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഷീനിൻ്റെ അറ്റത്ത് നമ്മൾ കണ്ണ്, അതായത് നമ്മളൊരു ചെറിയൊരു 1 സെൻറ്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള ഒരു മുറിവിലൂടെ നമ്മൾ എൻഡോസ്കോപ്പ് മെഷീൻ കടത്തിവിട്ട് നമ്മൾ സ്പൈനിൻ്റെ ഉള്ളിലോ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് തന്നെ നമുക്ക് അവിടെ കണ്ട് അത് പരിഹരിച്ച് ഡിസ്കെക്ടമിയോ സ്പൈൻ്റെ ബാക്കി ഫ്യൂഷൻസോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ മുറിവും മസിലിലുണ്ടാകുന്ന ഡിസെക്ഷനും മസിലിലുണ്ടാകുന്ന മുറിവ് വളരെ ചെറുതായിരിക്കും. അത് കാരണം പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ വളരെ അധികം കുറഞ്ഞും വരും. പേഷ്യൻറ്റിന് അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയോ പിറ്റേ ദിവസമോ നമുക്ക് ജോലിക്ക് വരെ പ്രവേശിക്കാൻ പറ്റുകയും സ്റ്റിച്ചസ് വളരെ ചെറിയ സ്റ്റിച്ചസ് 1-2 സ്റ്റിച്ചസ് അത് തന്നെ അബ്സോർബിൾ ആണ് എങ്കിൽ പേഷ്യൻറ്റ് വളരെ ഫലപ്രദമായിരിക്കും. ഈസി ആയിട്ട് തന്നെ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിന് സാധിക്കും.